ഇത് ലോകത്തെ മാറ്റിമറിച്ചൊരു പ്രസംഗത്തിൻ്റെ കഥയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയുടെ ബ്ലാക്കുകാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ലോകപ്രസിദ്ധമായ സമരത്തിൻ്റെ തലേന്ന് 17 മിനിറ്റ് നീളുന്ന ഒരു പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പഠിച്ച പ്രസംഗം. ആ പ്രസംഗം ശരിക്കും 5 മിനിറ്റിൽ താഴെ ഉണ്ടാക്കിയിട്ടുള്ള പ്രസംഗമായിരുന്നു. ആ പ്രസംഗം നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രി, ഈ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, ടോട്ടൽ ആ പ്രസംഗത്തിൽ കുറേ പേരുണ്ടാവുമല്ലോ. നിങ്ങളിപ്പം മറ്റേ കഴിഞ്ഞ ഇലക്ഷനൊക്കെ ലിസ്റ്റ് ഇട്ട് നോക്കിയാൽ 100 പേര് പ്രസംഗിക്കാനുണ്ടാവും. അതിലേറ്റവും അവസാനം പ്രസംഗിച്ച ആളാണ് മാർട്ടിൻ ലൂതർ കിങ്. അതിനു മുമ്പ് മാർട്ടിൻ ലൂതർ കിങ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു നേതാവായിരുന്നില്ല. അപ്പോൾ തലേന്ന് രാത്രി, ഞാൻ പറഞ്ഞു വന്ന കഥയല്ല, അങ്ങനെ അന്ന് ആ 17 മിനിറ്റുള്ള പ്രസംഗത്തിൻ്റെ തലേന്ന് രാത്രി 2:30-ക്ക് ഉറക്കം എണീറ്റ്, പിന്നെ ഉറങ്ങാതെ രാവിലെ വരെ കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ച പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം. മാർട്ടിൻ ലൂതർ കിങ് പേടിച്ച് വിറച്ചിട്ടാണ് ആ പ്രസംഗത്തിന് പോയത്. അതുകൊണ്ട് പേടിച്ചിട്ട് അയാൾക്ക് തലേന്ന് രാത്രി ഉറക്കം വന്നില്ല. അങ്ങനെ ഉറക്കം വരാതിരുന്നിട്ട് അയാൾ എന്ത് ചെയ്ത്, രാത്രി മുഴുവൻ എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ച പ്രസംഗത്തിൻ്റെ പേരാണ് ഐ ഹാവ് എ ഡ്രീം. പഠിക്കേണ്ടത്, നിങ്ങൾ എടുക്കേണ്ട റിഹേഴ്സൽ നിങ്ങൾ തന്നെ എടുക്കണം. നിങ്ങൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഉറക്കം ഉളച്ച് തന്നെ പരീക്ഷ എഴുതണം. അങ്ങനെ ഉറക്കം ഉളച്ച് പരീക്ഷ എഴുതിയവർ മാത്രമേ ഇന്നും ഈ ലോകത്തെ നയിച്ചിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും എനിക്ക് കഴിവുണ്ട്, നാളെ ഞാൻ പോയി പരീക്ഷ എഴുതിയാൽ ജയിക്കുന്നു. വെറുതെയാണ്. നിങ്ങളെക്കാൾ പ്രയത്നിക്കുന്ന ഒരാളോടാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ തോറ്റു. നിങ്ങൾക്ക് എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും നിങ്ങളെക്കാൾ പ്രയത്നിക്കുന്ന ഒരാളാണ്, നിങ്ങളെക്കാൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളോടാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അതിന് മാർട്ടിൻ ലൂതർ കിങ്ങും ഗാന്ധിജിയും അടക്കം ലോകത്തിലെ ഏതാളുടെ ചരിത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾക്കിത് കാണാൻ പറ്റും. ശരിക്കും പറയുന്നത്, നിങ്ങൾക്കൊരു സാധനത്തിൽ എക്സ്പേർട്ട് ആവണമെങ്കിൽ 10,000 മണിക്കൂർ പഠിക്കണം എന്നാണ്. നിങ്ങളൊരു നല്ല പിയാനിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 10,000 മണിക്കൂർ പഠിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഫ് കളിക്കാരനായ ടൈഗർ വുഡ്സ്, അയാൾ പ്രൊഫഷണൽ പ്ലെയർ ആകുന്നതിന് മുമ്പ് 10,000 മണിക്കൂർ ഗോൾഫ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.